ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത വരികയാണ്. അമൽ തേനമ്പറമ്പിൽ. അമൽ, ചർച്ച പരാജയപ്പെട്ടത് എങ്ങനെ എന്നുകൂടി വ്യക്തമാകുന്നുണ്ടോ? ഒന്നും തന്നെ ആരോഗ്യമന്ത്രി അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചില്ല. ചർച്ച തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ചർച്ചയുണ്ടായില്ലെന്ന് മാത്രമല്ല, രാവിലെ NHM ഡയറക്ടർ സംസാരിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞത്, നിങ്ങൾ സമരം അവസാനിപ്പിക്കണം, സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചതിനപ്പുറത്തേക്ക് സമരം പരിഹരിക്കുന്നതിനാവശ്യമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി മടങ്ങിയിട്ടുണ്ട്. ആശാ വർക്കർമാർ നിയമസഭയ്ക്ക് പുറത്തേക്ക് എത്തുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ അവരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ആശാ വർക്കർമാരെ ഈ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താവുകയാണ്. നിലവിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഇവരുടെ സമരം തുടങ്ങിയപ്പോൾ എന്ത് നിലപാടായിരുന്നു സർക്കാർ? NHM ചർച്ച രാവിലെ നടന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? പിന്നീട് മന്ത്രിമാരുടെ ഒരു കൂടിക്കാഴ്ച ഒരുക്കുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഒന്നല്ലേ ഇത് തന്നെ പറയാനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ചർച്ച? അമൽ, രാവിലെ വിളിച്ച ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് കാര്യമായ ഒരു പുരോഗതിയും ഇല്ലാതെ ഒരു ചർച്ചയാണ് ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിലും കടന്നു പോകുന്നത്. നേരത്തെ ഗോകുൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആശാപ്രവർത്തകരുടെ പ്രതികരണം എടുത്ത സമയത്ത് അവർ ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ അവിടെ നിന്ന് പ്രതികരണം തേടുന്നുണ്ട്. ഗോകുൽ, എത്രമാത്രം അവര് മന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ പറഞ്ഞെങ്കിലും അവർ പ്രതീക്ഷയോടെ അവസാനം ഒരു പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ വിഫലമാവുകയാണ്. അസുഖങ്ങൾ ഉള്ളവരാണ് ഇതില്. അപ്പൊ ഇങ്ങനെ തീർച്ചയായും ഈ പ്രതീക്ഷകളൊക്കെ വിഫലമാവുകയാണ്. ചേച്ചി, മുൻപ് ചേച്ചി പറഞ്ഞിരുന്നു ചർച്ച മുൻപോട്ട് പോവുകയാണ്, പ്രതീക്ഷ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ചർച്ച വിഫലമായിരിക്കുകയാണ്. അത് നമുക്ക് നേരത്തെ കാരണം ചർച്ച ആകുമായിരുന്നെങ്കിൽ നേരത്തെ ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ കിടത്തേണ്ട കാര്യമില്ലല്ലോ അവർക്ക്. അപ്പോൾ അവർ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ തരില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലല്ലേ മുഖ്യമന്ത്രി ഈ സ്ത്രീകളോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം തരത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിയിട്ടേ പോകും.